നടിയെ ഓടുന്ന കാറിൽ ബലാത്സംഗം ചെയ്ത കേസിലെ വിധി വന്നു. കഴിഞ്ഞ 9 വർഷത്തോളമായിട്ട് നടന്ന വിചാരണയുടെ ഒടുവിൽ വിധി പ്രഖ്യാപിച്ചു. ഒന്ന് തുടങ്ങി 6 പ്രതികൾക്ക് ശിക്ഷ കിട്ടി. 7ഉം 8ഉം പ്രതിയൊക്കെ വെറുതെ വിട്ടുകൊണ്ടാണ് കോടതി വിധി വന്നിരിക്കുന്നത്. കേരളം കാത്തിരുന്ന ഒരു വിധിയല്ല നമുക്ക് കിട്ടിയിരിക്കുന്നത്. ദിലീപ് കുറ്റക്കാരനാണെന്ന് വേണ്ട വിധത്തിൽ പ്രോസിക്യൂഷന് കോടതിയിൽ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ പ്രോസിക്യൂഷൻ്റെ ഭാഗത്ത് നിന്നിട്ട് വേണ്ടത്ര തെളിവുകളൊക്കെ കൊടുത്തിരുന്നു എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് വക്കീൽ പറഞ്ഞത്. കേരളം ഒന്നടങ്കം കാത്തിരുന്ന ഒരു വിധിയല്ല, കേരളത്തെ ഞെട്ടിച്ചുകൊണ്ടാണ് ഈ വിധി വന്നിരിക്കുന്നത്. അതിജീവിതയ്ക്ക് നീതി കിട്ടിയില്ല എന്ന് തന്നെ പറയേണ്ട വരും. സത്യം ജയിച്ചു എന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ സത്യം ഇപ്പോഴും വെളിയിൽ വന്നിട്ടില്ല. കാരണം സത്യം ഒരുപാട് നാളൊന്നും മൂടി വയ്ക്കാൻ കഴിയില്ല എന്നൊരു ചൊല്ലുണ്ട്. ഇന്നും ഒരുപാട് നടിമാരെ ഡ്രൈവർമാർ രാത്രി കാലങ്ങളിൽ കൊണ്ടുവന്നാക്കുകയും കൊണ്ടുവരികയും വർക്ക് ചെയ്യുന്ന നടക്കുന്നുണ്ട്. പക്ഷെ ഇതിനൊരു മാസ്റ്റർ ബ്രെയിൻ ഇല്ലാണ്ട് ഒരിക്കലും ഇത്തരത്തിൽ ഒരു നടി ഇത്രമേൽ ക്രൂരമായിട്ട് പീഡിപ്പിക്കപ്പെടില്ല, ബലാത്സംഗത്തിന് ഇരയാവില്ല. സത്യം പറഞ്ഞാൽ ഈ വിധി കേരളത്തെ കുറച്ച് ഞെട്ടിച്ചു എന്ന് തന്നെ പറയാം. ആദ്യമേ തുടങ്ങി കോടതി ദിലീപിന് അനുകൂലമായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പോഴും വിധി വന്നപ്പോഴും അങ്ങനെ തന്നെയാണ്. സത്യത്തിൽ കേരളത്തിൽ ഇത്തരം സംഭവങ്ങൾക്ക് ഇരയാകേണ്ടി വന്ന പെൺകുട്ടികൾക്ക് എന്ന് തന്നെ പറയാം. അപ്പം അവർക്കൊക്കെ ഉള്ള ഒരു ധൈര്യം കൂടി പോകുന്ന തരത്തിലുള്ള വിധിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതിൻ്റെ മാസ്റ്റർ ബ്രെയിൻ ആരാണോ അവർക്കും കൂടി ഇതിൽ ശിക്ഷ കിട്ടുന്ന രീതിയിലുള്ള വിധിയാണ് നടപ്പാക്കേണ്ടിയിരുന്നത്. തെളിവുകൾ വേണ്ടത്ര ഹാജരാക്കിയിട്ടും ഇത്തരത്തിലൊരു വിധി വന്നതിൽ എനിക്ക് പേഴ്സണലി അതൃപ്തിയുണ്ട്. കഴിഞ്ഞ 9 വർഷക്കാലവും അയാൾ ഓരോ ഇഞ്ചും അനുഭവിച്ച് തീർത്ത ആ ഒരു ഇതുണ്ടല്ലോ, അത് തന്നെയാണ് അയാൾക്കുള്ള ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറയുന്നത്. കേരളത്തിലെ പെൺകുട്ടികളൊക്കെ പേടിക്കണം. ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിലുള്ളൊരു ക്രൈം നടന്നു കഴിഞ്ഞാൽ നമ്മുടെ പെൺകുട്ടികൾക്ക് കേരളത്തിൽ സുരക്ഷിതമായിട്ട് രാത്രികാലങ്ങളിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. നിയമം പോലും ഇവരുടെ ഒന്നും കൂടെ നിൽക്കുന്നില്ല എന്ന് പറയുമ്പോൾ എത്രയോ പ്രാവശ്യം അതിജീവിത കോടതിക്കെതിരെ തന്നെ പറഞ്ഞിട്ടുണ്ട്. വനിതാ ജഡ്ജി വേണമെന്ന രീതിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടും നിരാശാജനകമായിട്ടുള്ളൊരു വിധിയാണ്. പക്ഷേ ഇക്കാലം അത്രയും ദിലീപ് അനുഭവിച്ച് തീർത്ത ഒരു ദുരിതമുണ്ടല്ലോ, അത് തന്നെയാണ് അയാൾക്കുള്ള ഏറ്റവും വലിയൊരു ശിക്ഷ. കോടതി വെറുതെ വിട്ടതുകൊണ്ട് കുറ്റവിമുക്തനാകുന്നില്ല. മനസാക്ഷിയുടെ കോടതിയിൽ എന്നും തെറ്റുകാരനായിരിക്കും. നിലവിലൊരു ഭാര്യ ഉണ്ടായിരിക്കും, ഒരു ഭാര്യയും മകളും ഉണ്ടായിരിക്കുകയാണ് അയാൾ ആ ഭാര്യയെ നിലനിർത്തിക്കൊണ്ട് തന്നെ വേറൊരു വിവാഹം കഴിക്കണം എന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചത്. അതിനൊപ്പം ഇവരുമായിട്ട് ഉള്ള സംഗമങ്ങൾ, രതിസംഗമങ്ങൾ എന്ന് തന്നെ പറയാം. അപ്പോൾ അതൊക്കെ ഒരു വിവാഹിതയായ ഒരു സ്ത്രീയോട് ചെയ്യുന്ന തെറ്റല്ലേ? നമ്മുടെ ജീവിത പങ്കാളി നമുക്കൊരു ബഹുമാനം തരുന്ന അതേ രീതിയിൽ തന്നെ നമ്മളും അവർക്കൊരു ബഹുമാനം തിരിച്ചു കൊടുക്കപ്പെടുന്നില്ലെങ്കിൽ അവരുടെ ഒരു അവസ്ഥ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ആരെയോ ബോധിപ്പിക്കാനെന്ന വണ്ണം രണ്ടാമതൊരു വിവാഹം കഴിക്കുന്നു. അയാൾ ആഗ്രഹിച്ച ആ ഒരു തലത്തിലേക്ക് തന്നെ അയാൾക്ക് എത്തി. ആദ്യ ഭാര്യയോട് ചെയ്ത ഒരു കൊടും ക്രൂരതയുടെ ഒക്കെ ബാക്കി പത്രമാണ് ഇപ്പം. ഈ വിധി അയാൾക്ക് അനുകൂലമായി എന്നതുകൊണ്ട് രക്ഷപ്പെട്ടു എന്നൊന്നും അർത്ഥമില്ല. മനസാക്ഷിയുടെ കോടതിയുണ്ട്, ദൈവത്തിൻ്റെ കോടതിയുണ്ട്. അവിടെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഗൂഢാലോചനയുണ്ടെങ്കിൽ അവിടെ തെളിവുകളുടെ ആവശ്യമില്ലല്ലോ. ഇലയ്ക്ക് മുകളിലിരിക്കുന്നവൻ്റെ ആ ഒരു ഇതിൽ നിന്ന് നമുക്കൊന്നും രക്ഷപ്പെടാനാവില്ല. അപ്പോൾ ഇനി ഏറ്റവും വലിയൊരു ശിക്ഷ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ശിക്ഷയാണ്. കോടതിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടുവെങ്കിലും ദൈവത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല. ഇത്രയും കാലം അയാൾ അനുഭവിച്ച് തന്നെ അയാൾക്കുള്ള ഏറ്റവും വലിയൊരു ശിക്ഷയായിട്ട് കണക്കാക്കുന്നു. എന്തായാലും ഈ കോടതിയുടെ ഈ ഒരു വിധി വളരെ നിരാശാജനകമാണ്. കാരണം പെൺകുട്ടികൾക്ക് പേടിക്കാതെ രാത്രി റോട്ടിലിറങ്ങി നടക്കാനുള്ള ആ ഒരു ധൈര്യമാണ് ഈ ഒരു കോടതി വിധി മുഖാന്തരം ഇല്ലാണ്ടാവുന്നത്. അതൊക്കെയാണ് എനിക്ക് ഇപ്പം പ്രഥമ ദൃഷ്ട്യാ തോന്നുന്നത്. വളരെ നിരാശാജനകമായിട്ടുള്ളൊരു വിധി എന്ന് തന്നെ പറയേണ്ടി വരും. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം. വേണ്ടത്ര തെളിവുകൾ, ശക്തമായിട്ടുള്ള തെളിവുകൾ ഹാജരാക്കാൻ ചിലപ്പോൾ പ്രോസിക്യൂഷന് സാധിച്ചിട്ടുണ്ടാവില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ രക്ഷപ്പെട്ടിട്ടുണ്ടാവാം.
എന്തായാലും ദൈവത്തിൻ്റെ കോടതിയിൽ നിന്ന് ഇത്തരത്തിലുള്ള പ്രതികളൊന്നും ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട്